നേട്ടമാണ് പെണ്ണെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമ, ഈ ലോകത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ, യാ ഫാത്തിമ ഇസ്ബിരി അലാ മറാറത്തി ദുനിയാ, കൈപ്പ് പിടിച്ച ദുനിയാവിന്റെ ഭാഗങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ നീ സഹിച്ചുകൊള്ളുക. കൈപ്പേറിയ ദുനിയാവിന്റെ ഭാഗത്തിന്റെ ഫാത്തിമ നീ കടിച്ചമർത്തിക്കൊള്ളുക. ആ വിഷമങ്ങൾ നീ സഹിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫാത്തിമ കബിദി, നീ എന്റെ കരളിന്റെ കഷണമല്ലേ ഫാത്തിമ. സ്വർഗലോകത്തിലെ സർവ്വ അനുഗ്രഹങ്ങളും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ നിനക്ക് വേണ്ടിയുള്ളതല്ലേ. അതുകൊണ്ട് ഫാത്തിമ ഒരുങ്ങിക്കൊള്ളുക. കഷ്ടപ്പാടും ദുഃഖവും ത്യാഗവും എല്ലാം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലെ സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾക്കറിയോ, ലോകത്തിന് പോലെ മക്കളെ സ്നേഹിച്ച ഒരു പിതാവിനെ കാണാൻ കഴിയില്ല. 4 വയസ്സുള്ള കുഞ്ഞിനെ കാവ് കണ്ടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് കഴുത്തറത്ത് വന്നിട്ട് രാക്ഷസിയെ പോലെ പൊട്ടിച്ചിരിച്ച മാതാവിനെ കണ്ട് അത്ഭുതപ്പെട്ടു പോലെ കേരളത്തിന്റെ മണ്ണിലാ നിങ്ങളുള്ളതെന്ന് എനിക്കറിയാം. ഇന്ന് കണ്ടില്ലേ എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന 34 വയസ്സുള്ള പ്രിയപ്പെട്ട ഉമ്മ 2 വയസ്സുള്ള കുഞ്ഞിനെ തന്റെ ഇടയിൽ കെട്ടിയിരിക്കുന്ന നൂലിൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് പാലത്തിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് അടിയൊഴുക്കുള്ള ആറ്റിലേക്ക് എടുത്തു ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മാത് വിളിച്ചു കരയുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് ജലാശയത്തിന്റെ അടിപ്പറ്റിലേക്ക് ഒരു പറവയെ പോലെ കൊലക്കി കൊടുക്കാൻ പറന്നു പോകുന്ന പെണ്ണിന്റെ നാടാണ് എന്റെ സഹോദരങ്ങളെ. ഇവിടെ സ്നേഹത്തിന് വിലയില്ലല്ലോ, ഇവിടെ ബന്ധങ്ങൾക്ക് വിലയില്ലല്ലോ, ഇവിടെ അടുപ്പങ്ങൾക്ക് വിലയില്ലല്ലോ. ഈ ചാവക്കാട് നിന്നല്ലേ ഒരു ചെറുപ്പക്കാരന്റെ ഫോൺ വിളിച്ചു പറഞ്ഞത്. ഉമ്മ അടുത്തിരിക്കുകയാണ്. ഉമ്മ ഫോൺ വാങ്ങിയിട്ട് പറയുന്നു, ഇന്നവരെ ഒരു പ്രസംഗത്തിന് വന്നതല്ല. നിങ്ങളും ഗബീർ ഉസ്താദ് ചാവക്കാട് തൃശൂർ ജില്ലയിൽ എത്രയോ ഭാഗങ്ങളിൽ പ്രസംഗത്തിന് വന്നതാ. പക്ഷേ ഒരിക്കലും എന്റെ മോൻ പ്രസംഗത്തിന് പോയിട്ടില്ല. അവൻ കണ്ടുപിടിക്കുന്നവനാണ്, അവൻ വ്യഭിചരിക്കുന്നവനാണ്, മാത്രമല്ല എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നവനാണ്, എന്നെ അടിച്ചിട്ടുള്ളവനാ, ഇടിച്ചിട്ടുള്ളവനാണ്. എന്റെ ജീവിതത്തിൽ ഉമ്മാണ് ആദ്യമായിട്ട് വിളിച്ചത് ഉസ്താദേ ഇന്നലെ മുതലാണ്. ഞാൻ എന്തിനാ ഫോൺ വിളിച്ചതെന്നറിയോ? എന്റെ പൊന്നുമോൻ എന്നോട് എല്ലാ പൊരുത്തം ചോദിച്ചിരിക്കുകയാണ്. ചാവക്കാട്ടെ ചെറുപ്പക്കാര് മാറില്ലെന്ന് പറഞ്ഞതാരോ? എത്ര വാക്കവിമാര് ഒന്ന് കൂവി വിളിച്ചാലും മാറൂലെന്ന് പറഞ്ഞതാരാ? കടന്നു വരിക, ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. നൗസാദ് വാക്കിൽ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോ കടപ്പെണ്ണയിൽ നിന്നിട്ട് ഉണ്ട് വിഴുങ്ങിയാ പോലെ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ആരാ മാറില്ലെന്ന് പറഞ്ഞത്? ഈ സ്റ്റേജിന്റെ 1ാമത്തെ കസേര മുതൽ ഏറ്റവും പുറകിലെ കസേര വരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. 50 വയസ്സിനകത്ത് 50 വയസ്സുകളിന്റെ പ്രായം ചെന്ന ഉപ്പമാര് കുറവാണ്. 17 വയസ്സുള്ള, 18 വയസ്സുള്ള, 20 വയസ്സുള്ള, 25 വയസ്സുള്ള രക്തപ്പിറപ്പുള്ള ഇസ്ലാമിന്റെ തുണക്കുട്ടന്മാരോ അവരെന്നോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഉസ്താദേ, ഞങ്ങൾ ഒരിക്കലും പൂരപ്പറമ്പുകളിൽ പോയിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അഴിനാട പോയിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അനാഥാശ്രമങ്ങൾക്ക് പോയിട്ടില്ല. ഞങ്ങൾ പെണ്ണ് കെട്ടുമ്പോ ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് പടക്കം പൊട്ടിക്കൂല, ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് അനാചാരങ്ങൾ സംഭവിക്കൂല. ആരാ മാറ്റമില്ലെന്ന് പറഞ്ഞത്? ഈ വന്നിരിക്കുന്നവരൊക്കെ അനങ്ങാതെ ചലിക്കാറ് 8:30 മണി മുതൽ എന്റെ ശബ്ദം ധരിച്ചുകൊണ്ടിരിക്കുന്ന അകലാട് ഒറ്റേരിയിൽ വന്നവരെ മാറ്റമില്ലെന്ന് ആരാ പറഞ്ഞത്? ചാവക്കാട്ടത്തെ ചെറുപ്പക്കാർ മാറുമെന്ന് 101% ഉറപ്പ്. എന്റെ പെങ്ങളെ, നീ മാറുമെന്ന് 101% ഉറപ്പ്. എന്തുകൊണ്ടെന്നറിയോ? അന്ന് ഫോൺ കോളിലൂടെ ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയതാണ്. ഉസ്താദേ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ പൊന്നുമോൻ എന്നെ ഉമ്മാന്ന് വിളിച്ച ദിവസം ഇന്നലെ രാത്രിയാണ്. ഇന്നത്തെ ഈ സദസ്സിലാ പൊന്നുമോനുണ്ട്, ഇന്നത്തെ ഈ സദസ്സിലാ ഉമ്മയുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ത്യയുടെ സുൽത്താൻ എന്ന വിഷയം പറഞ്ഞ സദസ്സില് ആ പ്രിയപ്പെട്ട ഉമ്മ തന്ന കത്തിപ്പെടുമെന്റെ കയ്യിലിരിപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ പറയുകയാണ്, എല്ലാ